Pro rata allotment. Pro rata means proportionately. Here, allotment on every application is made in the ratio which the number of shares allotted bears to the number of shares applied. So, proportionate ആയിട്ട് allot ചെയ്യുന്നതിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്, പ്രോറാറ്റ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് കമ്പനി ഒരു സെർട്ടൈൻ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്തു, അതിനേക്കാൾ കൂടുതൽ എക്സസ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ മണി വരുമ്പോൾ ആ എക്സസ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ മണി നമ്മൾ എന്ത് ചെയ്യുന്നു, അലോട്ട്മെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെയും എന്തെങ്കിലും എക്സസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കോളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ടും എക്സസ് വരികയാണെങ്കിൽ അത് റീഫണ്ട് ചെയ്യും. സോ എക്സസ് വരുന്ന എമൗണ്ട് നമ്മൾ അലോട്ട്മെൻറ്റിലോ കോളിലോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് ആക്ച്വലി പ്രോ റാറ്റ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അലോട്ട്മെൻറ്റ് നടത്താണ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു കമ്പനി 20,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്തത്, പക്ഷെ അതിന് 30,000 ഷെയർസിൻ്റെ അപ്ലിക്കേഷൻ കിട്ടി. അപ്പോൾ കമ്പനി എന്ത് ചെയ്തു, 6,000 ഷെയർസിൻ്റെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു. ബാക്കിയുള്ള 4,000 എക്സസ് അപ്ലിക്കേഷൻ എന്ത് ചെയ്തു, പ്രോറാറ്റ ബേസിസിൽ അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തു. അപ്പോൾ 20,000 ഷെയറാണുള്ളത്, 30,000 ഷെയറിനുള്ള അപ്ലിക്കേഷൻ വന്നു. അപ്പോൾ 10,000 എക്സസ് ആണ്. ആ 10,000 എക്സസിൽ 6,000 എന്ത് ചെയ്തു, അവരത് റീഫണ്ട് ചെയ്തു. ബാക്കി 4,000 ഉള്ളത് 20,000 ഷെയർസിന് ആ എക്സ്ട്രാ 4 കൂടെ കൂട്ടി 24,000 ഷെയർസ്, അതായത് എക്സ്ട്രാ 4,000 ഷെയർസിൻ്റെ അപ്ലിക്കേഷൻ മണി നമ്മൾ ആ 20,000 ഷെയർസിൻ്റെ തന്നെ അലോട്ട്മെൻറ്റിലോ കോളിലോ അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് ആക്ച്വലി നമ്മൾ പ്രോറാറ്റ എന്ന് പറയുക. അത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ വരുന്ന ജേണൽ എൻട്രി നോക്കാം. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് ടു ഷെയർ കോൾ. അപ്പോൾ ഷെയർ അപ്ലിക്കേഷനിൽ എന്താ എഴുതുക, ടോട്ടൽ എമൗണ്ട് ആണ് എഴുതുക. ടു ഷെയർ അലോട്ട്മെൻറ്റ്, അലോട്ട്മെൻറ്റിൽ നമ്മൾ എത്രത്തോളം എമൗണ്ട് ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അത് ഷെയർ അലോട്ട്മെൻറ്റിൽ എഴുതുക. എന്നിട്ട് പിന്നെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ടു കോൾ ഇഫ് എനി, അതായത് എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള എമൗണ്ട് അലോട്ട്മെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടും അഡ്ജസ്റ്റ് ആവാഞ്ഞാൽ എന്തെങ്കിലും എക്സസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ കോളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം നോക്കി നോക്കാം. B Limited has an authorized capital of rupees 25 lakh divided into shares of rupees 100 each. The company issued 20,000 shares at par, which is payable as follows. On application rupees 25, on allotment rupees 30, on first call rupees 20, on final call rupees 25. അപ്പോൾ ബി ലിമിറ്റഡിൻ്റെ ക്യാപിറ്റൽ എത്രയാണ്, 25 lakh ഡിവൈഡഡ് ഇൻ ടു ഷെയർസ് ഓഫ് 100 ഈച്ച്. അതായത് 25,000 ഷെയർസാണ് ശരിക്കും പറഞ്ഞാൽ ബി ലിമിറ്റഡിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. പക്ഷെ കമ്പനി എത്ര ഷെയർസാണ് ഇഷ്യൂ ചെയ്തത്, 20,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്തത്. ഫേസ് വാല്യൂ എത്രയാണ്, 100 റുപ്പീസാണ്. അപ്ലിക്കേഷൻ മണി 25, അലോട്ട്മെൻറ്റ് 30, ഫസ്റ്റ് കോള് 20, സെക്കൻഡ് കോള് 25. അപ്ലിക്കേഷൻസ് were received for 32,000 shares. Of these, applications for 2,000 shares were totally rejected and money returned. അപ്പോൾ 20,000 ഷെയർസാണ് കമ്പനി ഇഷ്യൂ ചെയ്തത്, പക്ഷേ 32,000 ഷെയർസിനുള്ള അപ്ലിക്കേഷൻസ് വന്നു. അതിൽ 2,000 ഷെയർസിൻ്റെ അപ്ലിക്കേഷൻസ് എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. അതായത് 2,000 ഷെയർസിൻ്റെ അപ്ലിക്കേഷൻസിൻ്റെ മണി നമ്മൾ റീഫണ്ട് ചെയ്തു. Application money on 10,000 shares were retained for allotment and pro rata allotment was made. All money were duly received. Past journal entries. അപ്പോൾ എക്സസ് ആയിട്ട് 20,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്ത്, 32,000 ഷെയറിനുള്ള അപ്ലിക്കേഷൻ വന്നു. ആ 32,000-ൽ 2,000 നമ്മൾ റീഫണ്ട് ചെയ്തു. ബാക്കി 10,000 എക്സസ്. അപ്പോൾ എന്താണ്, 10,000 ഷെയർസാണ്. ആ 10,000 ഷെയർസിൻ്റെ അപ്ലിക്കേഷൻ മണി ബിസിനസ്സിൽ തന്നെ വെച്ചു. എന്നിട്ട് അതെന്ത് ചെയ്തു, അലോട്ട്മെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തു. അവിടെ പ്രോറാറ്റ അലോട്ട്മെൻ്റ് ആണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രീസ് ആണ്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഷെയർ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി.
ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ 32,000 ഷെയർസിന് അപ്ലിക്കേഷൻ മണി കിട്ടിയില്ലേ, 25 രൂപ വെച്ചിട്ട് 32,000 ഇൻറ്റു 25 8 ലാക്ക്. ഇനി നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എത്രയാണ് ശരിക്കുള്ളൂ? 20,000 ഷെയർസാണ് ശരിക്കുള്ളത്. എത്ര രൂപയാണ്? 25 രൂപ വെച്ചിട്ട്. അപ്പോൾ 20,000 ഇൻറ്റു 25 5 ലാക്ക്. ഇനി റീഫണ്ട് ചെയ്യണം. എത്ര ഷെയർസിൻ്റെയാണ് റീഫണ്ട് ചെയ്തത്? 2,000 ഷെയർസിൻ്റെ നമ്മൾ അപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്തു. അപ്പോൾ റീഫണ്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യണം. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് 2,000 ഇൻറ്റു 25 50,000. അപ്പോൾ അത് റീഫണ്ട് ചെയ്തു. ഇനി അലോട്ട്മെൻറ്റ് ഡ്യൂ ആകുമ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി? ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ശരിക്കും എത്ര ഷെയർസാണ്? 20,000 ഷെയർ. എത്ര രൂപയാണ്? 30 രൂപ വെച്ചിട്ട്. 20,000 ഇൻറ്റു 30 6 ലാക്ക്. ഇനി അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ ശരിക്കും എങ്ങനെ ജേണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്. ഇവിടെ എന്താണ്? ഒരു 10,000 ഷെയർസിൻ്റെ എക്സസ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ മണി കിടക്കുന്നുണ്ട്. അത് നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം? അലോട്ട്മെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ജേണൽ എൻട്രി പഠിച്ചു. എന്താണ്? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എത്രയാണ് എക്സസ് ആയിട്ടുള്ള ഷെയർസ്? 10,000 ഷെയറിന് 25 രൂപ വെച്ചിട്ട് 2,50,000 2,50,000. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ബാക്കി ശരിക്കും എത്രയാണ്? 6 ലക്ഷമാണ് അല്ലേ? അതിൽ 2,50,000 കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് എത്രയാണ്? 3,50,000. ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ശരിക്കും അലോട്ട്മെൻറ്റ് എത്രയാണ്? 20,000 ഷെയർസിന് 30 രൂപ വെച്ചിട്ട് 6 ലാക്ക്. അപ്പോൾ ഇതാണ് പ്രോറാറ്റ അലോട്ട്മെൻറ്റിൻ്റെ എൻട്രി. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്. അപ്പോൾ ഷെയർ അപ്ലിക്കേഷനിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് 10,000 ഷെയറിന് 25 റുപ്പീസ് വെച്ചിട്ട് 2,50,000. ബാലൻസ് എന്ത് ചെയ്യുക? ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 3,50,000. ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ശരിക്കും അലോട്ട്മെൻറ്റ് എത്രയാണ്? 20,000 ഷെയറിന് 30 രൂപ വെച്ചിട്ട് 6 ലാക്ക്. ഇനി ഷെയർ ഫസ്റ്റ് കോൾ ഡ്യൂ ആകുമ്പോൾ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 20,000 ഷെയറിന് 20 രൂപ വെച്ചിട്ട് ഫസ്റ്റ് കോൾ 4 ലാക്ക്. ഇനി ഫസ്റ്റ് കോൾ റിസീവ് ആകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് 20,000 ഷെയറിന് 20 രൂപ വെച്ചിട്ട് 4 ലാക്ക്. ഇനി സെക്കൻഡ് കോൾ ഡ്യൂ ആകുമ്പോൾ ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 20,000 ഷെയറിന് സെക്കൻഡ് കോൾ എത്രയാണ്? 25 റുപ്പീസ് വെച്ചിട്ട് 5 ലാക്ക്. ഇനി സെക്കൻഡ് കോൾ കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ 20,000 ഷെയർസിന് 25 റുപ്പീസ് വെച്ചിട്ട് 5 ലാക്ക്.